എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ടർക്കിഷ് എഗ് റെസിപ്പിയുടെ വീഡിയോ ആണ്. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് അധികം പുളിയില്ലാത്ത എന്നാൽ അത്യാവശ്യം കട്ടിയുള്ള 2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ഇതിൽ നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന പരുവത്തിൽ വേണം ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ. ഇതിനും ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരല്പം പുളിക്ക് വേണ്ടി കുറച്ച് നാരങ്ങാനീരോ അല്ലെങ്കിൽ ഇച്ചിരി വിനാഗിരിയോ ചേർത്ത് കൊടുക്കുക. ഇത് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് ബട്ടറിൽ ഒരല്പം ചില്ലി പൗഡറൊക്കെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്കൊരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ബ്രൗൺ നിറം ആകണമെന്നൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി ചേർക്കുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മുളക് ചതച്ചതാണ്. അത് നമ്മുടെ എരിവിനനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരല്പം കാശ്മീരി മുളക് പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് പപ്രിക്ക പൗഡറിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അത് ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് ഇതോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതൊന്ന് പതഞ്ഞ് വരണം. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതും തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എഗ്ഗാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. എഗ്ഗ് എത്രയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാവേ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 മുട്ടയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് ഒന്നിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചെടുത്തിട്ട് മുട്ട ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അല്ല നമുക്ക് കുറേശ്ശെ മതി എന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് എടുക്കുക. അതിനനുസരിച്ച് മുട്ട 2 1 എന്താണ് നമുക്ക് വേണ്ടത് അതനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ 3 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് വേണമെങ്കിൽ മാത്രമേ ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ. ഉപ്പ് ഒരുപാട് ആയി പോകരുത്. അതുകൊണ്ട് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഒരല്പം മുളക് പൊടിയോ കുരുമുളക് പൊടിയോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ മുട്ടയുടെ വേവെന്ന് പറയുന്നതും ചിലവർക്ക് ഇത് നന്നായിട്ട് വേകണമെന്നുണ്ടെങ്കിൽ വേവിച്ചെടുക്കുക. ചിലവർക്ക് അധികം വേവ് വേണ്ടായിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ തൈര് ഇപ്പം മുഴുവനായിട്ട് എടുക്കുന്നില്ല. കുറച്ച് തൈര് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് യൂസ് ചെയ്യാന്നുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാലും നമുക്ക് എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബട്ടറിൽ മൂപ്പിച്ചെടുത്ത ചില്ലിയും വെളുത്തുള്ളിയെല്ലാം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതും കുറച്ച് ഒഴിച്ചാൽ മതി. ബാക്കി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മല്ലിയിലയും പച്ചമുളകും വെളുത്തുള്ളിയിലും മിക്സ് ചെയ്ത് വെച്ചത് അതും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ് ഈ റെസിപ്പി. കഴിക്കുമ്പോൾ നമ്മൾ മുട്ടയോടൊപ്പം തൈര് കൂടെ ചേർത്ത് വേണം ഇത് കഴിക്കാനായിട്ട്. ഇത് നമുക്ക് കുബൂസ്, ചപ്പാത്തി, ഗാർലിക് ബ്രെഡ് ഇതിൻ്റെ കൂടെ എല്ലാം തന്നെ നമുക്ക് കൂട്ടിക്കഴിക്കാം. ഇതിന് തൊട്ട് മുന്നിലത്തെ റെസിപ്പി ഞാൻ ടർക്കിഷ് ചിക്കനാണ് ചെയ്തത്. എല്ലാവരും അതുകൂടെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നല്ലൊരു റെസിപ്പിയുമായി. നന്ദി, നമസ്കാരം.